പറയുന്നതിനുള്ള അധികാരമൊക്കെ നഷ്ടപ്പെട്ടില്ലേ? സ്വന്തം വീടാണെന്നും സഹോദരനാണെന്നും ഒക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അന്യരെ പോലെ അകന്നു നിൽക്കാനാ വിധി. എനിക്കും ശരിക്കും ഭയം തോന്നുന്നുണ്ട് പ്രിയ. അച്ഛാ, ഒരു തരത്തിലാ ഞാൻ അമ്മയെ ഇത്രയും നേരം സമാധാനിപ്പിച്ചിരുത്തിയത്. എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അച്ഛൻ ഓരോന്നും പറഞ്ഞാലേ അമ്മയുടെ ഉള്ള സ്വസ്ഥത കൂടി പോവും. ഞാൻ പറഞ്ഞതിൽ എന്താ മോളെ തെറ്റ്? ഇന്നത്തെ സംഭവം തന്നെ എടുത്തു നോക്ക്. നടക്കാൻ പോകുമ്പോ വെള്ളം കൊണ്ടുപോകണമെന്ന് പോലും ദുർഗേച്ചി പറഞ്ഞോ? അല്ലെങ്കിലും ഇത്രയും വലിയൊരു ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ ഒരാളെ തനിച്ച് നടക്കാൻ വിടുവോ? കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നോക്കാം. നോക്കണം, അത്രേ ഞാനും പറഞ്ഞുള്ളൂ. കണ്ടില്ലേ, അമ്മ ഇപ്പൊ തന്നെ മൂഡ് ഓഫ് ആയി. അമ്മ, അവിടെ ദുർഗമ്മ മാത്രമല്ല ഉള്ളത്, ആദിത്യനെ ഉണ്ടല്ലോ. നമുക്ക് പറയാനുള്ളത് അവനോട് പറയാം. മാമന്റെ കാര്യം അവൻ ശ്രദ്ധിച്ചോളൂ. അതെ, മോള് പറയുന്നതാ ശരി. ആദ്യയോട് നമുക്കെന്തും പറയാം, അവനത് അനുസരിക്കുകയും ചെയ്യും. കണ്ടോ, അമ്മ ഡൗൺ ആയി. ഇതാ ഞാൻ അച്ഛനോട് പറഞ്ഞത്, അമ്മയോടൊന്നും നെഗറ്റീവായിട്ട് പറയല്ലെന്ന്. അമ്മയ്ക്ക് അമ്മയുടെ സഹോദരനെന്ന് വെച്ച ജീവനാ. നമ്മൾക്ക് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതെനിക്കറിയാം. പ്രസയെക്കുറിച്ചുള്ള ഒരു സങ്കടവാക്കും താങ്ങാനുള്ള കാര്യത്തിൽ പ്രിയക്കില്ല. അതിന് കുറ്റം പറയാനും പറ്റില്ല. അവരങ്ങനെ വളർന്നതല്ലേ. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ വെജിറ്റബിൾ ജ്യൂസാ. 9 കൈൻഡ് ഓഫ് വെജിറ്റബിൾസ്, പിന്നെ ഫ്രഷ് ലൈം. കുടിച്ചു നോക്ക്. എനിക്കൊന്നും വേണ്ട. അതെന്താ? ദുർഗാന്റി പറഞ്ഞത് ആദ്യേട്ടൻ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസാ, ജ്യൂസ് ഒക്കെ ഭയങ്കര ഇഷ്ടമെന്നാണല്ലോ. അമ്മ അങ്ങനെ പലതും പറയും. അത് കേട്ട് അതെല്ലാം ശരിയാണെന്ന് നീ കരുതണ്ട. ഇങ്ങനൊന്നും എന്നോട് പറയരുത് ആദ്യേട്ടാ, എനിക്ക് സങ്കടം. നീ ഒന്ന് മാറ്, എനിക്ക് നടക്കാൻ പോണം. ആദ്യേട്ടാ, ഞാൻ വരട്ടെ? വേണ്ട. അതെന്താ? എനിക്ക് ഇഷ്ടമല്ലാത്തോണ്ട്. അല്ല, നമുക്ക് ഒരുമിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നടക്കാൻ നല്ല രസമല്ലേ? യുഎസിലൊക്കെ അങ്ങനെയാ. അത് അമേരിക്ക, ഇത് കേരളം. ഞാൻ ഇവിടത്തെ രീതിയിലാ ജീവിക്കുന്നത്. എന്താ ആദ്യേട്ടാ നോക്കുന്നേ? ഒന്ന് പോകുന്നുണ്ടോ? അല്ല, ജ്യൂസ് വേണ്ടെന്ന് പറഞ്ഞില്ലേ? നാശം. ആദ്യം ജ്യൂസ് കുടിച്ചില്ലേ? ഇല്ല, എന്നോട് ദേഷ്യപ്പെടുകയും ചെയ്തു. നടക്കാൻ വന്നോട്ടെന്ന് ചോദിച്ചിട്ട് സമ്മതിച്ചതുമില്ല. നീ പോയി റെഡി ആയിട്ട് വാ, ഞാൻ ശരിയാക്കി തരാം. ഗുഡ് മോർണിംഗ് അമ്മ. ആദി, എന്താ അമ്മേ? നീ ഇന്ന് ജിമ്മിലാണോ പോന്നെ? അല്ലമ്മേ, നടക്കാനാ. എന്നാ പിന്നെ ഒരാളും കൂടെ കൂടെ ഉള്ളത് നല്ലതാ. അമ്മേ, അത് നിനക്കെന്താ ആതിരെ കൂടെ കൊണ്ടുപോയാല്? വെറുതെ നാട്ടുകാരെ കാണിക്കുന്ന എന്തിനാ അമ്മേ? നിനക്കാ തുളസിയുടെ കൂടെ എവിടെ പോകാനും ഒരു മടിയില്ലല്ലോ. തുളസിന്റെ കസിൻ അല്ലേ? ആതിരെ നിന്റെ കസിൻ തന്നെയാ. ആ, നീ റെഡിയായോ? ഞാൻ റെഡി. എന്നാ ചെല്ല്. ആദ്യേട്ടാ വാ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് നിന്നോട് വീട്ടിൽ ഇരുന്നോളെ. വീട്ടിൽ ഇരുന്ന ജോഗിങ് ചെയ്യുന്ന എങ്ങനെയാ ആദ്യേട്ടാ? നമ്മുടെ വീട്ടിന്റെ ടെറസിൽ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ. എന്നാ വാ, നമുക്ക് ടെറസിൽ പോവാം.
നമ്മൾ ഒരുമിച്ച് ടെറസിൽ നടക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. പതിയെ നടക്കാനാണെങ്കിൽ ആദരയ്ക്ക് വീടിന്റെ ടെറസിൽ നടക്കായിരുന്നല്ലോ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ ഒറ്റയ്ക്കോ? ഒറ്റയ്ക്കല്ല, അവിടെ അമ്മയും അച്ഛനും സുലു ആന്റിയൊക്കെ ഉണ്ടല്ലോ. അതൊന്നും ശരിയാവില്ല. എനിക്ക് ആദ്യേട്ടനൊപ്പം നടക്കണം. നീ എന്റെ കൂടെ നന്നായിട്ട് ഓടിയാ പോലും എത്തില്ല. അതൊന്നും പ്രോബ്ലം ഇല്ല. എന്നാലും നമ്മൾ ഒരുമിച്ച് നടക്കാനുള്ളതല്ലേ. എന്തോ ഞാൻ സഹിക്കും. ആദ്യേട്ടനെ സ്വന്താക്കാൻ വേണ്ടി നടക്കാനും ഓടാനും ചാടാനും വേണ്ടി വന്നാൽ മരിക്കാനും ഞാൻ തയ്യാറാ. ചതിക്കല്ലേ? ഞാൻ ഒരിക്കലും ആദ്യേട്ടനെ ചതിക്കില്ല. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു ആദ്യേട്ടന്. നീയേ എന്റെ വീട്ടിലെ ഗസ്റ്റാ. നീ മരിച്ച കേസ് വരുന്നത് എന്റെ വീട്ടുകാർക്കാ. അപ്പൊ ഞാൻ മരിക്കുന്നില്ലല്ലോ ആദ്യേട്ടന് വിഷമം. ജീവിക്കുന്നത് മരിക്കുന്നതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ? അപ്പൊ എന്നോട് ഇഷ്ടമല്ല. നോക്കിക്കോ. ബഹളം വെക്കില്ല, ആരെങ്കിലും ഒക്കെ കേൾക്കും. കേക്കട്ടെ, എല്ലാവരും കേക്കട്ടെ. ആരാണ് എന്നെ രക്ഷിച്ചതെന്ന് പറയാത്തതുകൊണ്ട് ഒരു കാര്യമുണ്ടായി. രാക്കിന് പകരം ദുർഗയുടെ പ്രാർത്ഥന തുളസിമോൾക്ക് ലഭിച്ചു. അവളവിടെ ഇല്ലേ അടയ്ക്ക കുരുവി? ഇല്ല. എവിടെ പോയി? അവള് വ്രതമിരിക്കാൻ പോയിരിക്ക. വ്രതമിരിക്കാനോ? എവിടെ? തൃക്കോട്ടൂർ അമ്പലത്തില്. തൃക്കോട്ടൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ മാത്രം എന്തൊക്കെയാ ഈ പറയുന്നത്? തുളസിയുടെ തീരുമാനങ്ങളൊക്കെ പെട്ടെന്നല്ലേ. എന്നാലും തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം ഇരിക്കുക എന്നൊക്കെ പറഞ്ഞ നിസ്സാര കാര്യമാണോ? അതിന് മാത്രം എന്താ ഉണ്ടായത്? കഠിന വ്രതമല്ലേ അത്? കന്യകമാർ ആഗ്രഹ പൂർത്തീകരണത്തിനായി നടത്തുന്ന വ്രതമാണത്. അതും കുളിച്ച് ഈറിനോടെ ഒറ്റക്കാലിൽ നിന്നുകൊണ്ട് മൃത്യുഞ്ജയ മന്ത്രം ഉരുവിട്ട് മണിക്കൂറുകളോളം പ്രാർത്ഥിക്കണം. ശിവപാർവതിമാരുടെ മുമ്പില് വ്രതശുദ്ധിയോടെ നടത്തുന്ന പൂജയ്ക്ക് തടസ്സം വന്ന നാശമാണ് ഫലം എന്നറിയില്ലേ? അറിയാം. പക്ഷേ തുളസി നേർച്ച നേർന്നുപോയി. അത് തടഞ്ഞാൽ അതിനേക്കാൾ പാപമാണ്. നിവൃത്തിയില്ലാതെയാ പ്രിയയും ഞാനും തുളസിയെ പറഞ്ഞയച്ചത്. എന്നാലും പെട്ടെന്നിങ്ങനെ എന്തായിരിക്കും അവൾക്ക് ഇങ്ങനെ തോന്നാൻ? ഇന്നലെ ഇവിടെ നിന്ന് വന്നതിന് ശേഷം കുറേ നേരം പൂജാമുറിയിൽ കയറി പ്രാർത്ഥനയായിരുന്നു. പിന്നെ പ്രിയയോട് വന്ന് നേർച്ചയുടെ കാര്യം പറഞ്ഞു. ക്ഷിപ്രകോപിയായ ശിവന്റെ സന്നിധിയിലേക്കല്ലേ നേർച്ച നേർന്നിരിക്കുന്നത്. തടയാൻ അവളെ കൊണ്ട് പറ്റിയില്ല. ഈശ്വര, ഇനി എന്തൊക്കെ ഉണ്ടാവുമെന്ന് ആർക്കാ അറിയാ? തുളസിയുടെ ഈ കാര്യം കൂടി പറയാനാ ഞാൻ വന്നത്. ഇനിയിപ്പോ എന്ത് ചെയ്യും? മടക്കി വിളിക്കാനും പറ്റില്ല. സാരമില്ല, എല്ലാം നല്ലതിനാണെന്ന് കരുതിയാ മതി. വീട്ടിലെത്തി കുളിച്ച് റെഡിയായ ശേഷം നമുക്ക് ഒരുമിച്ച് അമ്പലത്തിൽ പോവാം. എന്താ പറ്റില്ലേ? ഇല്ല. ആദ്യേട്ടന് തുളസി അമ്പലത്തിൽ പോയതിന് പകരം ഏട്ടന്റെ ആദ്യേട്ടനോട് അവള് പറയാതെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന കാര്യം അവളോടും പറയരുത്. അല്ല, ആദര എവിടെ നിന്നാ പഠിച്ചത്? ഞാൻ പഠിച്ചതോ അധികം സ്റ്റേറ്റ്സിലാ. അതല്ല, ഇത്രയും മണ്ടത്തരങ്ങൾ എവിടെ നിന്ന് പഠിച്ചെന്നാ ചോദിച്ചത്. ഞാൻ മണ്ടിയാണോ? ഏയ്, അങ്ങനെ പറയാനും മാത്രം ഒന്നുമില്ല. ഈ കാഴ്ചയിലും സംസാരത്തിലും സ്വഭാവത്തിലും കുറച്ചുണ്ട്. ഹാവ്, അത്രയല്ലേ ഉള്ളൂ. പാവം. ആ, എല്ലാവരും പറയും എന്ത്? ഞാൻ പാവാന്ന്. ആദ്യേട്ടനും തോന്നിയല്ലേ? ഞാൻ പാവം തന്നെയാ ആദ്യേട്ടാ. ആദ്യേട്ടനെ മാത്രം മനസ്സിൽ വിചാരിച്ച് നടക്കുന്ന ഒരു പാവം. മോനെ ആദി, അങ്കിൾ, നീ നടക്കാനിറങ്ങിയാണെന്ന് പ്രസ പറഞ്ഞു. ആദ്യേട്ടൻ മാത്രല്ല, ഞാനും. ഞങ്ങള് രണ്ടുപേരും കൂടിയാ നടക്കാൻ ഇറങ്ങിയത്. അങ്കിള് വീട്ടിൽ പോയിരുന്നോ? പ്രസയെ കണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഓ, ഒഫീഷ്യൽ കാര്യമായിരിക്കും അല്ലേ? അതെ. അല്ലെങ്കിൽ തുളസി എന്താ പറയാതെ പോയത്? അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ പോയെന്നറിഞ്ഞു. നിന്നോട് ആരാ പറഞ്ഞത്? അങ്കിൾ, തുളസിയുടെ ഫ്രണ്ടില്ലേ പ്രവീണ, അവളാ പറഞ്ഞത്. അല്ല, തൊഴാൻ പോയതാണോ? അതെ, അവള് നല്ല ടെൻഷനിലായിരുന്നു. അവൾക്കെന്താ പെട്ടെന്നൊരു ടെൻഷൻ? അത് ആദ്യേട്ടാ മതി, വാ നമുക്ക് പോവാം. ഇങ്ങനെ വഴി കാണുന്നവരോടൊക്കെ സംസാരിച്ചോണ്ട് നിന്നാൽ ലേറ്റ് ആവും. അതേതായാലും നന്നായി. ഈ മനസ്സും ശരീരമൊക്കെ ഒന്ന് ഫ്രഷ് ആവാനേ കുറച്ച് ദിവസത്തേക്ക് നോൺ ഒഴിവാക്കുന്നത് നല്ലതാ. അച്ഛാ, ഈ തൃക്കോട്ടൂർ ക്ഷേത്രം ഇവിടുന്ന് ഒരുപാട് ദൂരെയല്ലേ? പിന്നെ നീ എന്താ തൃക്കോട്ടൂര് പോകാൻ വല്ല നേർച്ചയും നേർന്നിട്ടുണ്ടോ? ഏയ്, അങ്ങനെ വല്ല ചിന്തയും മനസ്സിലുണ്ടെങ്കിലേ അതിപ്പോഴേ അങ്ങ് ഉപേക്ഷിച്ചോ കേട്ടോ.
അതെന്താ? അത്ര ശക്തിയുള്ള ക്ഷേത്രം അത്. നിന്റെ കുട്ടിക്കളിയൊന്നും അവിടെ നടക്കില്ല. ഞാൻ എന്തായാലും നേർച്ചയൊന്നും നേർന്നിട്ടില്ല. ഇത്രമാത്രം ഭീഷണിപ്പെടുത്താനായിട്ട് എന്താ അവിടുത്തെ പ്രത്യേകത? ശിവപാർവതിമാരുടെ അപൂർവ ക്ഷേത്രം അത്. ഉഗ്രരൂപിയായ പരമശിവനാണ് അവിടുത്തെ മുഖ്യ പ്രതിഷ്ഠ. ക്ഷിപ്രഗോപിയും ക്ഷിപ്രപ്രസാദിയും ആണല്ലോ പരമശിവൻ. അതുകൊണ്ട് തന്നെ അവിടെ വ്രതം ഇരിക്കുമ്പോ വളരെ ശ്രദ്ധിക്കണം. ചെറിയൊരു പാളിച്ച മതി. നമ്മൾ എന്തിനു വേണ്ടി വ്രതം എടുക്കുന്നോ ആ കാര്യം സാധിക്കില്ല എന്ന് മാത്രമല്ല, വ്രതാനുഷ്ഠാനം നടത്തുന്ന ആൾക്ക് വലിയ അപായങ്ങൾ വരുത്തി വെക്കുകയും ചെയ്യും ഭഗവാൻ. പന്ത്രണ്ട് ദിവസം പരമഭക്തിയോടെ ഏകാഗ്രതയോടെ കന്യകമാർ അവിടെ വ്രതം അനുഷ്ഠിക്കാറുണ്ട്. അതും ഒറ്റക്കാലിൽ നിന്നുകൊണ്ടുള്ള കഠിന വ്രതമാ. അത് ചെയ്താൽ മനസ്സിലുള്ള ഏതാഗ്രഹവും ഭഗവാൻ നടത്തിക്കൊടുക്കും. അത്ര ശക്തിയുള്ള ദേവനാ തൃക്കോട്ടൂരപ്പൻ. അച്ഛനെന്താ വേഗം എഴുന്നേറ്റ്? ആ വിശപ്പങ്ങോട്ട് പോയി. തൃക്കോട്ടൂരപ്പനെ കുറിച്ച് കേട്ടിട്ടാണോ? ഹേയ്, എനിക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. വാ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ആദ്യേട്ടനെ വിളിക്കണ്ടേ? അവൻ നല്ല വിശപ്പില്ലാന്ന്. അയ്യോ, എന്ത് പറ്റി? ഏയ്, പേടിക്കാൻ മാത്രമൊന്നുമില്ല. അവൻ കുറച്ചു കഴിഞ്ഞ് കഴിച്ചോളൂ. എന്നാ ഞാനും പിന്നെ കഴിച്ചോളാം. ആ, എന്നാ നിന്റെ ഇഷ്ടം. ആന്റി, എന്താ? ഈ തിരക്കാട്ടുമ്മൽ അമ്പലം എവിടെയാ? തിരക്കാട്ടുമ്മലോ? അങ്ങനെ ഒരു അമ്പലത്തെ കുറിച്ച് ഞാൻ കേട്ടിട്ടില്ലല്ലോ. തിരക്കോട്ടുമ്മൽ അല്ല, തിരക്കാട്ടുമ്മൽ. തൃക്കോട്ടൂർ അമ്പലമാണോ? ആ, യെസ്. അതെവിടെയാ ആന്റി? അത് കുറച്ച് ദൂരെയാ. എന്താ, നേർച്ച വല്ലതും നേർന്നിട്ടുണ്ടോ? അല്ല, അവിടെ നേർച്ച നേർന്നാൽ എന്താ ആന്റി? ഏതാഗ്രഹവും നടക്കും. അപ്പോ ആദ്യേട്ടന്റെ ഇഷ്ടത്തിന് വേണ്ടി നേർന്നാൽ തീർച്ചയായും നടക്കും. പക്ഷേ അവിടത്തേക്കുള്ള വ്രതവും പൂജയും ഒക്കെ കഠിനമാണ്. വ്രതം തെറ്റിയ വിപരീത ഫലം ചെയ്യും. എന്നുവെച്ചാ നമ്മൾ ഏത് കാര്യത്തിന് വേണ്ടിയാണോ തൃക്കോട്ടൂർ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചത് അത് നടക്കേണ്ടതിന് പകരം നേർച്ചക്കാരന് ആപത്ത് സംഭവിക്കുമെന്ന്. നീ അതിനെന്തിനാ ചിരിക്കുന്നേ? അല്ല, അപ്പൊ ആന്റി ഒന്നും അറിഞ്ഞിട്ടില്ലേ? എന്ത്? തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം ഇരിക്കാൻ പോയിരിക്കുവാ. നിന്നോട് ആരാ ഇത് പറഞ്ഞത്? തുളസിയുടെ അച്ഛൻ ആദ്യേട്ടനോട് പറയുന്നത് കേട്ടതാ. നിങ്ങൾ വഴിയിൽ വെച്ച് തുളസിയുടെ അച്ഛനെ കണ്ടു കാണുമല്ലേ? അതെ. ഇനി എനിക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ ആന്റി, തുളസിയുടെ വ്രതത്തിന് എന്തെങ്കിലും തടസ്സം സംഭവിക്കണേന്ന്. അവൾ എന്ത് കാര്യത്തിന് വേണ്ടിയാണോ തൃക്കോട്ടൂർ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ പോയത് അത് നടക്കില്ല. നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. പ്രസാദേട്ടൻ ഇനിയൊരു ആപത്ത് സംഭവിക്കില്ല. അതിന്റെ തെളിവാ തുളസിയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ തോന്നിപ്പിച്ചത്. സ്വന്തം അച്ഛന്റെ ആയുസിനു വേണ്ടി അച്ഛനാണെന്ന് അറിയാതെ നടത്തുന്ന പൂജ, അതിന്റെ മഹത്വം എത്ര വലുതായിരിക്കും. തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം ഇരിക്കാൻ പോയ കാര്യം ദുർഗേച്ചി ഒരിക്കലും അറിയാതിരിക്കുന്നതാ നല്ലത്. അതെ, അവര് ചിലപ്പോ മറ്റെന്തെങ്കിലും തെറ്റിദ്ധരിച്ചെന്നിരിക്കും. കന്യകയായൊരു പെൺകുട്ടി ഇത്രയും വലിയൊരു വ്രതം അനുഷ്ഠിക്കുന്നത് അവൾക്ക് ഇഷ്ടപ്പെട്ട പുരുഷനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ ഒരു ചിന്തയിലെ ദുർഗേച്ചി അതിനെ കാണൂ. തുളസിയെ കണ്ണിന് നേരെ കണ്ടുകൂടാത്ത ദുർഗേച്ചിക്ക് തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ വ്രതം അനുഷ്ഠിക്കാൻ പോയത് കേട്ടാൽ സഹിക്കില്ല. അതുകൊണ്ട് തുളസി എവിടെയെന്ന് ദുർഗേച്ചി ചോദിച്ചാ മറ്റെന്തെങ്കിലും കാരണം പറയുന്നതായിരിക്കും നല്ലത്. പക്ഷേ എന്താ ചേട്ടാ, പ്രസാദേട്ടൻ ഇക്കാര്യം ദുർഗേച്ചിയോട് പറയുമെന്നാണോ സംശയം? അതല്ല, പിന്നെ ആദ്യോട് ഞാൻ തുളസി തൃക്കോട്ടൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ ആ പെണ്ണും അവന്റെ കൂടെ ഉണ്ടായിരുന്നു, ആതിര. ഈ പൂമാല എടുത്ത് അലമാരിയിൽ സൂക്ഷിച്ചു വെച്ചോ. തൃക്കോട്ടൂരിൽ നിന്ന് നിന്റെ സന്യാസിനിയുടെ ജഡം ഘോഷയാത്രയായിട്ട് ഈ ഉമ്മറത്തേക്ക് കൊണ്ടുവരുമ്പോ പ്രിയത്തിന് പകരം വെച്ച് പൊട്ടിക്കരയാൻ നിനക്ക്. ദുർഗേച്ചി പറയടി, അവളുടെ ഏത് അന്ത്യാഭിലാഷം നിറവേറ്റാൻ വേണ്ടിട്ടാ അവള് തൃക്കോട്ടൂർ അമ്പലത്തിൽ ഭജനം ഇരിക്കാൻ പോയത്? എന്റെ ആദ്യമോനെ സ്വന്തമാക്കാനാണോ? അങ്ങനെ വല്ല പകൽക്കിനാവും കണ്ട് അവള് ഭ്രമിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നിർത്തിക്കൊള്ളാൻ പറ.
അവളുടെ തോന്നിയവാസം. ചേച്ചി, തുളസി പോയിരിക്കുന്നത് ഒരു നല്ല കാര്യത്തിനാ. ആരുടെ നല്ല കാര്യത്തിന്? എന്റെ ശ്വാസത്തിനൊപ്പം ഞാൻ ശപിച്ചോണ്ട് നടക്കുന്നൊരു പെണ്ണാവള്. അവളെ എന്റെ മരുമകളായിട്ട് നിലവിളക്ക് വെച്ച് വരവേൽക്കണമെങ്കിൽ ദുർഗം മരിക്കണം. ചേച്ചി, വിളിക്കടി നിന്റെ ആ ഒരുമ്പെട്ടവളെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തിരിച്ചു വരാൻ പറ. ചേച്ചി, തുളസി പൂജ തുടങ്ങി കഴിഞ്ഞു. ഇനി അതിന് മുടക്കം സംഭവിച്ച അതിന്റെ ദോഷം തുളസിക്കാം. ദോഷം ഉണ്ടാവണം. മുന്നും പിന്നും നോക്കാതെ ഒരു കാര്യത്തിന് എടുത്തു ചാടിയതിന്റെ ഭവിഷ്യത്ത് അവൾ അനുഭവിക്കണം. അങ്ങനെയൊന്നും പറയരുത് ദുർഗേച്ചി. അച്ഛനും അമ്മയും അമ്മാവനും കൂടി എടുത്ത തീരുമാനം കൊള്ളാം. ആദ്യ സ്വന്തമാക്കാൻ വേണ്ടി തൃക്കോട്ടൂർ അമ്പലത്തില് കഠിനവ്രതം. ആരുപദേശിച്ചെന്ന് സൂത്രമാടിയത്. അയ്യോ, തുളസി വ്രതാനുഷ്ഠാനം നടത്തുന്നത് ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെ പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടാ. അദ്ദേഹം തളർന്നു വീണതിന് ശേഷം അവള് വലിയ ടെൻഷനിലായിരുന്നു. പ്രസാദേട്ടന് ആപത്തൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാ അവള് തൃക്കോട്ടൂർ അമ്പലത്തിലെ വ്രതം അനുഷ്ഠിക്കാൻ പോയത്. പച്ചക്കള്ളം. ചുമ്മാതല്ല നിന്റെ മോള് ഗതി പിടിക്കാതെ പോയത്. നിന്റെ അല്ലേ സന്തതി. ഞാൻ പറയുന്നത് സത്യം. ആദ്യം സ്വന്തമാക്കാൻ വേണ്ടിയിട്ടല്ല, പ്രസാദേട്ടന്റെ അസുഖം ഭേദമാകാൻ വേണ്ടിയിട്ടാ അവള് പൂജയും വഴിപാടുമായി തൃക്കോട്ടൂർ അമ്പലത്തിലേക്ക് പോയത്. എനിക്കതിൽ വിശ്വാസമില്ല. ദുർഗേച്ചി വിശ്വസിക്കണം. ഞാൻ ആരെ വേണമെങ്കിലും പിടിച്ച് സത്യം ചെയ്യാം. എന്റെ അമ്മ ഇത്ര ദുഷ്ടാണോ അങ്കിൾ? അയ്യോ അല്ല, നിന്റെ അമ്മ പഞ്ചപാവാണ്. അല്ല എന്താ ഈ പറയുന്നത് അങ്കിൾ? അല്ല, ഞാൻ അറിയാതെ പ്രിയയുടെ കാര്യം പറഞ്ഞു പോയതാ. ആ, ആന്റിയെ കുറിച്ചാണെങ്കിലും ഓക്കെ. പക്ഷെ എന്റെ അമ്മയുടെ ഈ സ്വഭാവം എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ദുർഗേച്ചിയുടെ മനസ്സിൽ അവര് ചെയ്ത ഒരു ക്രൂരകൃത്യമല്ല, സത്യം തെളിയിക്കാനുള്ള ഒരു ദൈവിക കാര്യമാണ്. സത്യം തെളിയിക്കാൻ ഈ കാടൻ പ്രയോഗം അല്ലാതെ വേറൊരു വഴി ഉണ്ടായിരുന്നില്ലേ? ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. എല്ലാവരെയും നമുക്ക് എതിർക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. ചിലരെയൊക്കെ അനുസരിച്ചേ പറ്റൂ. ആന്റി ഒരിക്കലും ഇതിന് നിന്നു കൊടുക്കാൻ പാടില്ലായിരുന്നു. നിന്റെ അമ്മ എന്തു പറഞ്ഞാലും ആന്റി അനുസരിക്കും. അത് അമ്മയെ പേടിച്ചിട്ടല്ല, നിന്റെ അച്ഛനെ ആന്റിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട്. അറിയാങ്കിൾ, പക്ഷെ ഇത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും നീ ഇതിന്റെ പേരിൽ വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കാനൊന്നും നിൽക്കരുത്. ഞാനിവിടെ വന്നതിനെ കുറിച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞാ എനിക്ക് ചിലപ്പോൾ അമ്മയെ ധിക്കരിക്കേണ്ടി വരും. ഏയ്, അതൊന്നും പാടില്ല. ദുർഗേച്ചിയോട് ഇക്കാലം വരെ മറുത്തൊരു അക്ഷരം പറയാത്ത നീ ഇപ്പൊ പ്രതികരിക്കാൻ നിന്നാൽ ദുർഗേച്ചിക്കത് വലിയ സങ്കടമായി മാറും. അങ്കിളിന് എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു? ചിലതൊക്കെ ക്ഷമിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾക്ക് ബന്ധുക്കളാണെന്ന് പറഞ്ഞു നടക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? എല്ലാം ക്ഷമിക്കാനും പൊറുക്കാനും പഠിക്കണം. എങ്കിലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. ഈ കാര്യം അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവുമെന്ന് അങ്കിൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്കിള് പറഞ്ഞ ക്ഷമയും പൊറുക്കാനുള്ള കഴിവും എല്ലാം ഉള്ള ആളാ അച്ഛൻ. പക്ഷെ അച്ഛന്റെ അനിയത്തി ആരെങ്കിലും ഉപദ്രവിച്ചെന്ന് അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം അച്ഛൻ എല്ലാം മറക്കും. അതെനിക്കറിയാം. അതുകൊണ്ട് ആദ്യം മോൻ ഒരു കാര്യം ചെയ്യണം. ഇന്നിവിടെ നടന്നതൊന്നും മോൻ അച്ഛനോട് പറയരുത്. ഇത് അങ്കിളിന്റെ അപേക്ഷയാണ്. എന്താ അങ്കിൾ ഈ പറയുന്നത്? അമ്മ ഇവിടെ വന്ന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാ അച്ഛൻ എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇവിടത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി ടെൻഷനോടെ കാത്തിരിക്കുക അച്ഛൻ. ആ അച്ഛനോട് ഞാൻ എന്ത് പറയും? അമ്മ ഇവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം. അപ്പോ ആന്റിയുടെ കൈ പൊളിച്ചത്? അത് തേൻ പുരട്ടിയാ മാറും. പക്ഷേ നീ അത് അച്ഛനോട് പറഞ്ഞാൽ കൊള്ളുന്നത് നിന്റെ അച്ഛന്റെ നെഞ്ചിനകത്തായിരിക്കും. എടാ, തെറ്റ് നിന്റെ ഭാഗത്ത് തന്നെയാ. നീ അമ്മയെ ധിക്കരിച്ചുകൊണ്ട് സംസാരിച്ചു. അമ്മ എന്ന ഒരു വലിയ ശരിയെ തിരുത്താൻ മാത്രം ഒരു മകനും ഇതുവരെ വളർന്നിട്ടില്ല. നീ പോയി അമ്മയോട് സോറി പറഞ്ഞിട്ട് വാ. ഞാൻ എന്തിനാ അമ്മയോട് സോറി പറയുന്നത്? അമ്മ എന്നെയല്ലേ അടിച്ചത്. അത് ശരി, അത് കൊള്ളാലോ. അപ്പൊ അമ്മ നിന്നോടാണോ സോറി പറയേണ്ടത്? എന്നോടാരും സോറി ഒന്നും പറയണ്ട. എടാ, നിനക്കെന്താ ഇത്ര ദേഷ്യം? നീ ഇങ്ങനെ ദേഷ്യപ്പെടാൻ മാത്രം അമ്മ നിന്നോട് എന്ത് തെറ്റാ ചെയ്തേ? ഞാൻ എന്ത് തെറ്റാ അമ്മയോട് ചെയ്ത്?
എടാ, ഒരു ചോദ്യത്തിന് ഉത്തരം മറുചോദ്യം അല്ല. അച്ഛനല്ലേ എന്നോട് തുളസിയുടെ വീട്ടിൽ പോയി നോക്കാൻ പറഞ്ഞത്? നീ അവിടെ എത്തിയപ്പോഴത്തേക്കും അമ്മ അവിടെ നിന്ന് ഇറങ്ങിയെന്നല്ലേ നീ പറഞ്ഞത്? അമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ നിന്നോട് എത്ര തവണ ചോദിച്ചു? നീ അതിനൊന്നും ഒരു മറുപടിയും പറഞ്ഞില്ല. ഞാൻ പ്രിയോട് ചോദിച്ചോളാം. അയ്യോ വേണ്ട. അതെന്താ? അത് പിന്നെ അമ്മ അവിടെ ചെന്ന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കിയോന്ന് ചോദിച്ചപ്പോ ഒരു കുഴപ്പം ഉണ്ടാക്കില്ലെന്നാ പ്രിയാന്റി പറഞ്ഞ. എടാ, പിന്നെ ഇവിടെ ആർക്കാ പ്രശ്നം? എടാ, നീ അമ്മയോട് ദേഷ്യപ്പെടരുത്. വഴക്കിടാം. അമ്മ എത്ര വലിയ തെറ്റ് ചെയ്താലും നീ അമ്മയെ ശപിക്കാനോ വെറുക്കാനോ ഒന്നും പാടില്ല. കാരണം അവൾ അത്ര ആഗ്രഹിച്ചിട്ടാ നീ ഉണ്ടായത്. അമ്മ കണ്ട സ്വപ്നത്തിലെ രാജകുമാരനാ നീ. എന്നിട്ടും അമ്മ എന്നെ തല്ലിയില്ലേ? എടാ, അതിന് കാരണക്കാരൻ ഈ അച്ഛനാ. ഞാനാ നിന്നെ നിർബന്ധിച്ച് തുളസിയുടെ വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. നീ അവിടെ ചെന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവും. തുളസിയുടെ അടുപ്പം കാണിക്കുന്നവരെല്ലാം നിന്റെ അമ്മയ്ക്ക് ശത്രുക്കളാണല്ലോ, അറിയാലോ. അമ്മയുടെ ആ ജന്മ ശത്രുവായിട്ടാ തുളസിയെ കാണുന്നത്. ആ മനസ്ഥിതി മാറാതെ അമ്മ ഒരിക്കലും എന്നെ നിന്നെ അംഗീകരിക്കില്ല. തുളസിയോട് മാത്രമല്ലല്ലോ അമ്മയ്ക്ക് ശത്രുത. പ്രിയ ആന്റിയോട് അങ്കിളിനോടൊക്കെ എത്ര ക്രൂരമായിട്ട് അമ്മ പെരുമാറുന്നേ. അവരോടൊന്നും സത്യം പറഞ്ഞാൽ അവൾക്ക് ശത്രുതയില്ല. അതൊക്കെ സ്വയം ജയിക്കാൻ വേണ്ടി അമ്മ കണ്ടെത്തുന്ന ന്യായീകരണങ്ങൾ മാത്രമാണ്. ജയിക്കാൻ വേണ്ടിയുള്ള കളിയില് എതിരാളികൾ ആരാണെന്ന് പോലും ആരും നോക്കാറില്ല. അച്ഛനും അമ്മയ്ക്കും മക്കൾക്കും എല്ലാം അതിലൊരു സ്ഥാനമേ ഉള്ളൂ. നീ ശരിക്കും ആലോചിച്ച് ഉടനെ തന്നെ ഒരു തീരുമാനത്തിലെത്തണം. ആലോചന കൊണ്ട് വൈകിയ അപകടത്തിലാവുന്നത് നീയും ഞാനുമായിരിക്കും. അതുകൊണ്ട് ഉടനെ തന്നെ ഒരു തീരുമാനമെടുക്കണം. നിന്റെ ആജന്മ ശത്രുവായ തുളസിയാണോ നിന്റെ മരുമകളായി വരേണ്ടത്, അതോ നിന്റെ സ്നേഹനിധിയായ ആതിരയോ? നീ ആലോചിക്കേ. നന്നായിട്ടൊന്ന് ആലോചിക്കേ. അപ്പച്ചി, അപ്പച്ചി, എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുന്നില്ല. ഞാനൊന്ന് നോക്കട്ടെ എനിക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുമോ എന്ന്. എനിക്കും പേടിയുണ്ട് ജയേട്ട. തുളസി വ്രതം അനുഷ്ഠിക്കുന്നത് ആദ്യമായുള്ള വിവാഹം നടക്കാൻ വേണ്ടിയാണെന്നല്ലേ ദുർഗേച്ചിയും മംഗളപ്പച്ചിയും വിശ്വസിക്കുന്നത്. ആ വിശ്വാസത്തെ മാറ്റാൻ നമ്മൾ ഒരുപാട് ശ്രമിച്ചതല്ലേ. നീ കയ്യിൽ വെച്ച് കർപ്പൂരം വരെ കത്തിക്കാൻ തയ്യാറായി. എന്നിട്ട് പോലും ദുർഗേച്ചി അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. തുളസി പൂജ കഴിഞ്ഞ് തിരിച്ചു വരാൻ ഇനി 2 ദിവസം എന്ന് പറയുമ്പോ നാളെ മിക്കവാറും ദുർഗേച്ചിയായി വിവാഹ നിശ്ചയം നടത്തിയിരിക്കും. നമുക്ക് പ്രസയെ പോയെന്ന് കണ്ട് കാര്യം പറഞ്ഞാലോ? ഏട്ടൻ എന്തായാലും ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. അറിയിക്കാഞ്ഞാൽ നഷ്ടപ്പെടാൻ പോകുന്നത് തുളസിയുടെയും ആദിയുടെയും ജീവിതമായിരിക്കും.
നമ്മൾ ആശിച്ചതും സ്വപ്നം കണ്ടതുമെല്ലാം വെറുതെയാവും. പക്ഷേ വയ്യാത്ത അവസ്ഥയില് പ്രസാദേട്ടൻ ഇതറിഞ്ഞ എന്തായാലും ആദിയും ആതിരയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ പ്രസ സമ്മതിക്കില്ല. നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വേണ്ടെന്ന് വെക്കാം. അതേ വഴിയുള്ളൂ. നീ എന്താ പ്രിയ പറയുന്നേ? എന്നെക്കാൾ ആദ്യം തുളസി ഒന്നിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചത് നീയായിരുന്നു. വിധിച്ചിട്ടില്ലെന്നങ്ങ് സമാധാനിക്കാം. സ്വയം ആശ്വസിക്കാൻ എല്ലാരും പറയുന്ന വാക്ക്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും ചെയ്യട്ടെ? ദുർഗേച്ചിയും അപ്പച്ചിയും പ്രസാദേട്ടനെ അറിയിക്കാതെയാവും ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുക. കഴിക്ക് ചെയ്യണ്ട. വാശി പിടിക്കാതെ കഴിക്ക് പ്രിയ. എനിക്ക് വേണ്ട. അല്ല പ്രിയേ, ഇതെന്താ ഇവിടെ ഊട്ടുമത്സരം? ഭാര്യ ഭർത്താവിനെ ഊട്ടുന്നു, ഭർത്താവ് ഭാര്യയെ ഊട്ടുന്നു. ഈ പ്രണയസല്ലാപത്തിന്റെ കാലമൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ? എഴുന്നേൽക്കണ്ട. ബഹുമാനമൊക്കെ മനസ്സിലുണ്ടായിരുന്നാ മതി, അല്ലേ അപ്പച്ചി? ആ, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോ ദൈവം തമ്പുരാൻ വന്നാ പോലും എഴുന്നേക്കരുതെന്നാ പ്രമാണം. ഇരിക്കും, ഞാൻ രണ്ടുപേർക്കും ചായ എടുക്കാം. നിന്റെ സൽക്കാരം സ്വീകരിക്കാൻ വന്നതല്ല ഞങ്ങള്, ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം വന്നതാ. എന്താ ദുർഗേച്ചി? എന്റെ ആദ്യ മോന്റെ റിംഗ് എക്സ്ചേഞ്ച് കഴിഞ്ഞു. എന്ന് വെച്ചാൽ അവന്റെ വിവാഹ നിശ്ചയം ഉറപ്പിച്ചു. വധു ആരാണെന്നറിയണ്ടേ? ഈ നിൽക്കുന്ന മംഗള അപ്പച്ചിയുടെ കൊച്ചുമകൾ ആതിര. ഓ, ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി തുളസി നടത്തുന്ന കഠിന വ്രതം അവസാനിക്കുന്നതിന് മുമ്പ് ഈ ചടങ്ങ് നിർവഹിച്ചില്ലെങ്കിൽ പിന്നെ ഒരിക്കലും അത് നടക്കാതെ പോകും. അതുകൊണ്ട് ഇന്ന് തന്നെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ വെച്ച് ആ ചടങ്ങ് അങ്ങ് നടത്തി. ഇനി അവൾ ഒറ്റക്കാലി തപസ് ചെയ്യുകയോ ശിവതാണ്ഡവമാടുകയോ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആദി ആതിരയുടേതായി കഴിഞ്ഞു. നിന്റെ മകൾക്ക് ഇനി ഒരിക്കലും ആദിയെ കിട്ടില്ല. ഈ മംഗള ഒരു കാര്യം വിചാരിച്ചാൽ അത് നടത്തിയിരിക്കും. ആദിയും ആതിരയും ഒന്നിക്കാൻ പോകുന്ന ആ മംഗളകർമ്മത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ പറ്റിയില്ല. ഇത്രയും അടുത്ത ബന്ധുക്കളായിട്ടും ദുർഗേച്ചിയോ മംഗള അപ്പച്ചിയോ ഞങ്ങളോട് ഈ വിവരം പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ആദിയെ സ്വന്തമാക്കാൻ വേണ്ടി ഞങ്ങളുടെ മോള് ഒരുപാട് കാലം ആശിച്ചും പൂജിച്ചും കഠിന വ്രതം അനുഷ്ഠിച്ചും അവന്റെ പിന്നാലെ നടന്നതല്ലേ എന്നൊക്കെ പരിതപിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാ ഇവിടെ കയറി സന്തോഷ വാർത്ത അറിയിക്കാമെന്ന് വിചാരിച്ചത്. നിനക്കിതുവരെ അമ്മയോടുള്ള പിണക്കം മാറിയില്ലേ? എനിക്കതിന് അമ്മയോട് പിണക്കൊന്നുമില്ലല്ലോ. അപ്പോഴത്തെ ദേഷ്യത്തിന് അമ്മ ചെയ്തു പോയതാണെന്ന് പറഞ്ഞില്ലേ? അല്ലാതെ നിന്നെ വേദനിപ്പിക്കാൻ അമ്മയെ കൊണ്ട് കഴിയില്ലെന്ന് അറിയാലോ. ആന്റിയോട് എന്തിനാ ആദ്യമായിട്ടാ പിണങ്ങുന്നത്? ആന്റി പാവമല്ലേ? ആന്റിയോട് പിണങ്ങിന് സോറി പറ. ഏയ്, സോറി പറയാൻ മാത്രമൊന്നുമില്ല. സോറി. ഇത് ഞാൻ അമ്മയോട് പിണങ്ങിയതിനല്ല, ദേഷ്യപ്പെട്ട് സംസാരിക്കേണ്ടി വന്നതല്ല. അതൊന്നും സാരമില്ല. നമുക്കേ ഒന്ന് പുറത്തു പോയിട്ട് വരാം. പുറത്തോ? എവിടെ? നിന്റെ ഈ മൂടിക്കെട്ടിയ മുഖം കണ്ടിട്ടാവും കുറച്ചു ദിവസമായിട്ട് മനസ്സിന് നല്ല സുഖമില്ല. ഞാനും ക്ഷമ വിട്ട് എന്തൊക്കെയോ പെരുമാറിപ്പോയി. വാ, നമുക്കേ കുടുംബക്ഷേത്രത്തിൽ പോയൊന്ന് തൊഴുതിട്ട് വരാം. ഇന്നതിന് വിശേഷപ്പെട്ട ദിവസമൊന്നും അല്ലല്ലോ. നമ്മുടെ പരദേവതയെ കണ്ടു തൊഴാൻ അങ്ങനെ പ്രത്യേക ദിവസത്തിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അമ്മ പോയിട്ട് വാ.
ആന്റി മാത്രല്ല ഞാനും വരുന്നുണ്ട് ആദ്യേട്ടാ. ഓ, നീയുണ്ടോ? ആ അതെ. ആ, എന്നാ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടെ പോയാ മതി. ആദി, ഞാൻ പറയുന്നത് നീ അനുസരിക്കണം. പോയി കുളിച്ച് മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ടിട്ട് വാ. ദൈവത്തിന്റെ കാര്യത്തിൽ ഇങ്ങനെ മടി കാണിക്കാൻ പാടില്ല, പ്രത്യേകിച്ചും കുടുംബക്ഷേത്രത്തിലെ പരദേവതയുടെ കാര്യത്തില്. പിന്നെ ഷെൽഫില് ഞാൻ നിനക്ക് പുതിയൊരു മുണ്ടും ഷർട്ടും വാങ്ങി വെച്ചിട്ടുണ്ട്. അതിട്ടിട്ട് വേണം നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോവാൻ, കേട്ടോ? ഹ, നമ്മുടെ കുടുംബക്ഷേത്രത്തിലേക്ക് പോകുമ്പോ എന്തിനാ പുതിയ മുണ്ടും ഷർട്ടും? പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. നല്ലതുപോലെ സൂക്ഷിച്ചു വെക്കണം. ഇത് കളയാതെ നോക്കേണ്ടത് നിന്റെ ആവശ്യമാണ്. എന്നടാ നിന്റെ കല്യാണം മറ്റോ ആണോ? എന്റെ കല്യാണം അച്ഛനറിയാൻ നടക്കാനോ? നല്ല കഥ. എന്റെ ഈശ്വര, അതെങ്ങനെ സാററിഞ്ഞു? എല്ലാം കൊളായില്ലോ എന്റെ പറശ്ശിനിക്കടവ് മുത്തപ്പ. അല്ലടാ, നിന്റെ വേഷം കണ്ടോണ്ട് ചോദിച്ചതാ. ഈ ആകമൊത്തം ഒരു പുതുമണവാളൻ ലുക്ക്. ലുക്കിലൊന്നും കാര്യമില്ലെന്ന് വെറുതെ പറയുന്നതാ. ഞാനും ഇത് പറഞ്ഞതാ. അമ്മയ്ക്ക് ഒരേ നിർബന്ധം, കുടുംബക്ഷേത്രത്തിൽ പോകുമ്പോ പുതിയ ഷർട്ടും മുണ്ടും തന്നെ ഇടണമെന്ന്. അങ്ങനെ ഒരു ചടങ്ങൊന്നും നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ ഇല്ലല്ലോ. പക്ഷെ കല്യാണ നിശ്ചയത്തിന് പോകുമ്പോ പുതിയ ഡ്രസ് ഇടുന്നതാ അതിന്റെ ഒരു മാന്യത. അമ്മയോട് ഞാൻ ആവുന്നത് പറഞ്ഞു നോക്കി, നോ രക്ഷ. പുതിയത് വേണോന്ന് ഒരേ വാശി. അതെന്താണാവോ അങ്ങനൊരു വാശി? അത് പിന്നെ ഇന്ന് പൗർണമിയല്ലേ, അതുകൊണ്ടാവും. പൗർണമിയാണെങ്കിൽ എന്താ? ഇത്രയും കാലം ഞാൻ അറിയാത്തൊരു ചടങ്ങ് അവിടെ ഇല്ലല്ലോ. ആ എന്നാ പിന്നെ ആദ്യമോന് വേണ്ടി ദുർഗേച്ചി എന്തെങ്കിലും നേർച്ച നേർന്നിട്ടുണ്ടാവും. നീ തനിച്ചാണ് പോണേ? അവളും ഉണ്ട്. ആ അതിന് അവളും വരുന്നുണ്ടോ? ഉണ്ടെന്ന് അവൻ പറഞ്ഞല്ലോ, പിന്നെന്തിനൊരു സംശയം? അവളും നിന്നെ പോലെ പുതിയ ഡ്രസ്സാണ് ഇടുന്നത്. പട്ടുസാരി ഉടുക്കാൻ പറഞ്ഞതാ, പക്ഷെ വകതിരിവില്ലാത്തൊരു പെണ്ണല്ലേ, എന്തോ ഒരു സാധനം വലിച്ചു വാരി ചുറ്റിട്ടുണ്ട്. സുലു, എന്താ സാർ? ഇത് നീ ഇങ്ങനെ കയ്യിൽ പിടിച്ചോണ്ടിരുന്ന മുറിയും. അയ്യോ മുറിയത്തില്ല, നല്ല തൊലിക്കട്ടെ എനിക്ക്. അത് ഞങ്ങൾക്കല്ലേ അറിയൂ, ഉപ്പിച്ചിലിന് അറിയില്ലല്ലോ. കൊണ്ടുപോയി കളയെ. എന്തോ അർത്ഥം വെച്ച് പറഞ്ഞ പോലെ. അതോ എനിക്ക് തോന്നിയതാണോ? പറഞ്ഞത് കേട്ടില്ലേ? യെസ് സാർ. എടാ